9 അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് 7 ലോകാത്ഭുതങ്ങൾ എന്ന കാഴ്ചപ്പാടിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഹെറോഡോട്ടസിന്റെ ലോകം മെഡിറ്ററേനിയൻ തീരം മാത്രമായിരുന്നു. ചരിഞ്ഞ ഗോപുരവും തുരുമ്പ് പിടിച്ച ടവറും പൊളിഞ്ഞ മതിലുമൊക്കെയാണ് പലരും ലോകാത്ഭുതങ്ങളായി കൊണ്ടാടുന്നത്. അനേകം മഹത് സൃഷ്ടികൾ നിലനിൽക്കുന്ന ഇന്ത്യ അത്തരം അത്ഭുത ലിസ്റ്റുകളെ ഒന്നും അംഗീകരിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന മഹത് സൃഷ്ടികൾ ഇന്ത്യയിലെ 9 അത്ഭുതങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് തീർത്തും പറയുവാനായിട്ട് സാധിക്കും. അതിലൊന്നാണ് കൈലാസ ക്ഷേത്രം. മഹാരാഷ്ട്ര എല്ലോറയിലാണ് അതുള്ളത്. 2 ബൃഹദീശ്വര ക്ഷേത്രം, തഞ്ചാവൂർ, തമിഴ്നാട്ടിലാണ് അതുള്ളത്. 3 ഹോയ്സാലേശ്വര ക്ഷേത്രം, അതായത് നമ്മുടെ കർണാടകത്തിലെ സോമനാഥപുരത്തുള്ള. അടുത്തത് ഗുപ്ത കാലഘട്ടത്തിലെ ഉരുക്ക് സ്തൂപം, നമ്മുടെ ഡൽഹിയിൽ കാണുന്ന ആ ഉരുക്ക് സ്തൂപം. അടുത്തത് ഒഡീഷയിലുള്ള സൂര്യക്ഷേത്രമാണ്, കൊണാർക്കിൽ ഉള്ള സൂര്യക്ഷേത്രം. 6ാമതായി പറയുന്നത് മധുര, തമിഴ്നാട്ടിലെ നമ്മുടെ മീനാക്ഷി ക്ഷേത്രം. അടുത്തത് രാജസ്ഥാനിലുള്ള കുഭൽഗഡ് കോട്ടയാണ്. 8ാമതായി പറയുന്നത് നമ്മുടെ രാജസ്ഥാനിലുള്ള ജൽ മഹൽ എന്നതാണ്. അടുത്തത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം അഭിമാനമായ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. അവ കൂടാതെ തകർക്കപ്പെട്ട അനേകം മഹത് സൃഷ്ടികളും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം മഹത് സൃഷ്ടികളിൽ ഇപ്പോഴും കുറേയൊക്കെ നിലനിൽക്കുന്ന ഒന്നാണ് പുരാതന വിജയനഗരമായ ഹംപി എന്നത്. ഇന്ത്യൻ അത്ഭുതങ്ങളിൽ സ്ഥാനമർഹിക്കുന്ന ഒന്നാണ് ഹംപിയിലെ തകർക്കപ്പെട്ട നഗരങ്ങൾ എല്ലാം തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യക്കും ഒട്ടേറെ മഹാ അത്ഭുതങ്ങൾ പറയാനുണ്ട്. ഞാനീ പറഞ്ഞത് വളരെ കുറച്ച് മാത്രമാണ്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഇതല്ലാണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഇപ്പോൾ ഒട്ടേറെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് അത്ഭുതമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ഇട്ടാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.